എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ മഹാദേവന്റെ ശിവരാത്രിയെ കുറിച്ചാണ്. അപ്പോൾ ശിവരാത്രിക്ക് ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് മഹാദേവന്റെ പ്രീതി കിട്ടുക, ഇല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുക, ജാതകത്തിലെയും അതേപോലെ തന്നെ നമ്മുടെ ഗ്രഹനിലയിലുള്ള ദോഷങ്ങളൊക്കെ മാറുക. അപ്പോൾ ഈ വരുന്ന ശിവരാത്രി 2024 മാർച്ച് 8 കുംഭം 24 തീയതി വെള്ളിയാഴ്ചയാണ് ശിവരാത്രി തുടങ്ങുന്നത്. ശിവരാത്രി അപ്പോൾ ആ ശിവരാത്രി ദിവസം മഹാദേവനെ പോയി ഒന്ന് കാണുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു പുണ്യകാര്യം തന്നെയാണ്. നമുക്ക് മഹാദേവന്റെ ദർശനം കിട്ടുക, അന്ന് മഹാദേവന്റെ അനുഗ്രഹങ്ങളും നമുക്ക് ഈ പറയുന്ന വഴിപാടുകൾ കൊണ്ട് നമുക്ക് നേടാം. അപ്പോൾ എന്തൊക്കെ കാര്യത്തിൽ ഏതൊക്കെ രീതിയിലുള്ള വഴിപാടുകളാണ് നമുക്ക് ശിവരാത്രി ദിവസം ചെയ്യാൻ പറ്റുന്നത്, അത് ഞാൻ എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ഒരു ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ സാമ്പത്തിക തടസ്സം. സാമ്പത്തിക തടസ്സം ബാധിക്കാത്ത ഒറ്റ ഭക്തജനങ്ങൾ പോലും ഇല്ല. അപ്പോൾ ആ ഒരു സാമ്പത്തിക തടസ്സം മാറാൻ വേണ്ടി നമുക്ക് ശിവരാത്രിയുടെ അന്ന് മഹാദേവന് കൂവളത്തിന്റെ മാലയും ഒപ്പം തന്നെ എരിക്കൊണ്ടുണ്ടാക്കിയ മാല. കാരണം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ തന്നെ കെട്ടുവാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മാറണമെന്ന് പ്രാർത്ഥിച്ച് മഹാദേവന്റെ മുമ്പിൽ ഇരുന്നോ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചോ ചെയ്ത് ആ ശിവരാത്രിയുടെ ദിവസം ഇല്ലെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ തലേ ദിവസവും മഹാദേവന്റെ അടുത്തും തലേ ദിവസം ഞാൻ കൊണ്ടു കൊടുക്കുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ കഴിയുമ്പം നമ്മുടെ മാല അന്തരം ചാർത്തും. പിന്നെ ശിവരാത്രിക്ക് കൊടുക്കുന്ന മാലകളെല്ലാം കൂടെ ചാർത്തും. പക്ഷെ എന്നാലും അത് ഭക്തജനങ്ങൾ യുക്തിപൂർവ്വം ചെയ്യുക. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നുള്ളൂ. അപ്പം ശിവരാത്രിയുടെ അന്ന് ഈ പറഞ്ഞ സാമ്പത്തിക ലാഭം കിട്ടാൻ വേണ്ടി എരുക്ക് കൊണ്ടുണ്ടാക്കിയ മാലയും ഒപ്പം തന്നെ കൂവളത്തിന്റെ മാലയും മഹാദേവന് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പം നമുക്ക് സാമ്പത്തിക ലാഭം പ്രാർത്ഥിച്ച് ഈ ഒരു വഴിപാട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും, സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും, തൊഴിൽ ഉയർച്ച ഉണ്ടാകും. നമുക്ക് എന്താ പറയുക, നാലാദേശങ്ങളിൽ നിന്നും ആൾക്കാരിൽ നിന്നും സാമ്പത്തികത്തിലേക്കുള്ള ഒരു വഴി തീർച്ചയായിട്ടും മഹാദേവൻ തുറന്നു തരും. അതാണ് ശിവരാത്രിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ഒരു ബാധിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വരിക, നമുക്ക് ചുമ്മാ രോഗങ്ങൾ മാറുക, എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗങ്ങൾ മാറാതെ നിൽക്കുക. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു ഹോമം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ മൃത്യുഞ്ജയ ഹോമം, അതേപോലെ തന്നെ മഹാദേവന് ക്ഷീരധാര, അതായത് പാല് കൊണ്ടുള്ള അഭിഷേകം. അപ്പോൾ ഈ പാല് കൊണ്ട് കൊടുക്കുന്ന ഭക്തജനങ്ങൾ പറയുക, അതൊന്ന് എനിക്കൊന്ന് ഇച്ചിരി തരണമെന്ന് പറഞ്ഞു. അത് നമ്മൾ സങ്കല്പിച്ച് നമ്മുടെ ഈ പറയുന്ന കണ്ണിലും ഈ വലത് കണ്ണിലും, അതായത് വലത് കണ്ണിലും ഇടത് കണ്ണിലും ഒന്ന് തലയിലൊക്കെ ഒന്ന് വെക്കും. മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആയിരുന്നു. ഒപ്പം തന്നെ മൃത്യുഞ്ജയ ഹോമം എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും സമയദോഷങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഈ മൃത്യുഞ്ജയ ഹോമം നമുക്ക് ഈ രോഗാവസ്ഥകളിൽ നിന്നൊക്കെ മാറുന്നതാണ്. ആ മൃത്യുഞ്ജയ ഹോമം നടക്കുന്ന സമയത്ത്, അതായത് അതൊരു ഔഷധ കൂട്ടും കൂടിയാണ്, ആ ഒരു സമയത്ത് അതിൻ്റെ പുക കൊള്ളുക. അതായത് ആ ഒരു സമയത്ത് കഴിവതും മൃത്യുഞ്ജയ ഹോമം എഴുതിക്കുന്ന ഭക്തജനങ്ങൾ അവിടെ പോയി നിന്ന് കണ്ടു തൊഴുത് ആ ഒരു ഹോമത്തിന്റെ പുക ദേഹത്ത് കൊള്ളുവാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഈ പറയുന്ന അസുഖങ്ങൾ മാറും. ഒപ്പം തന്നെ വാർദ്ധക്യ സഹജമായ എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ പറയുന്ന ശത്രുദോഷമില്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോൾ ഈ ശത്രുദോഷം മാറാൻ വേണ്ടി ഈ പറയുന്ന പോലെ നമുക്ക് മഹാദേവന് ചെയ്യാൻ പറ്റിയ ഒരു അർച്ചനയാണ് അഹോര മന്ത്രാർച്ചന. ഈ അഹോര മന്ത്രാർച്ചന മുല്ലപ്പൂ കൊണ്ടോ അതുപോലെ എരുക്കിൻ്റെ പൂ കൊണ്ടോ അന്ന് ചെയ്യുവാണെങ്കിൽ വളരെയധികം ഉത്തമമാണ്. നമുക്കുണ്ടാകുന്ന നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നെഗറ്റീവ് എനർജികളൊക്കെ മാറി പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഒപ്പം നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ വർക്കുകളൊക്കെ ചെയ്യാൻ ഒരു താമസിച്ച് നിൽക്കുന്നു, ഇല്ലെങ്കിൽ നമുക്ക് മേലധികാരിയുടെ കയ്യിൽ നിന്ന് വഴക്കുകൾ കേൾക്കും, നമുക്ക് ഒന്നിനൊരു ഉത്സാഹം ഉണ്ടാകത്തില്ല, ഈ ശത്രുദോഷങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ അഹോര മന്ത്രം കൊണ്ട് മുല്ലപ്പൂ കൊണ്ട് ചെയ്യേണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ മുല്ലപ്പൂ പൊതുവെ ഒരു വശത്തിനും കൂടെ ഉപയോഗിക്കുന്നത്. അപ്പം മുല്ലപ്പൂ കൂടെ ചെയ്യുമ്പം ശത്രുക്കൾ നമ്മുടെ വശത്താവുകയും ഒപ്പം ശത്രുദോഷം മാറാനും കൂടെ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്നത് അഹോര മന്ത്രാർച്ചന. അപ്പം ഈ പറയുന്ന 3 കാര്യങ്ങൾ മനസ്സിലായി. ഒപ്പം തന്നെ നമുക്ക് അഭിവൃദ്ധി, അതായത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ മാറുക, ഒപ്പം തന്നെ നമ്മുടെ കാര്യസാക്ഷാത്കാരം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി മഹാദേവനെ നമ്മൾ തലേ ദിവസം പോയി ഈ പറയുന്ന ഒരു ഒടയാടയും ഒരു മാല, അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു മാലയാകാം. ഈ പറയുന്ന മുല്ലപ്പൂ കൊണ്ടുണ്ടാക്കിയ മാല ഇല്ലെങ്കിൽ ചാർത്തുമാലയെ കൊണ്ടു കൊടുത്തു മഹാദേവന്റെ അന്നത്തെ ദിവസം നമുക്ക് അനുഗ്രഹങ്ങൾ നേടാം ഈ പറയുന്ന പോലെ ഭക്തജനങ്ങൾക്ക്. ഒപ്പം തന്നെ വിവാഹം നടക്കാത്ത ഭക്തജനങ്ങളാണെങ്കിൽ ഈ അന്നത്തെ ദിവസം മഹാദേവന് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. നമ്മൾ ആ ഒരു വഴിപാടെന്ന് പറയുമ്പോഴത്തേക്ക് വിവാഹം നടക്കാത്തത്, അതായത് വിവാഹം നടക്കാൻ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ, ആ ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് മഹാദേവന് ഒരു 3 വലത്ത് വെക്കുക. 3 വലത്ത് വെച്ചിട്ട്
നമ്മൾ ഈ പറയുന്ന പോലെ രുദ്രാഭിഷേകം എന്ന് പറഞ്ഞൊരു അഭിഷേകമുണ്ട് മഹാദേവന്. രുദ്രാഭിഷേകം അത് തലേദിവസം പോയി ചീട്ടെടുത്തെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ രുദ്രാഭിഷേകം നടത്തുന്ന ഉദ്ദേശം കാലക്കേട് കൊണ്ട് നിൽക്കുന്ന ശനിദോഷം കൊണ്ടും അതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ രുദ്രാഭിഷേകം ചെയ്യുന്നത്. അതായത് നമ്മൾ ജലധാരയുടെ കുടത്തിനകത്ത് അതായത് രുദ്രാക്ഷ വിട്ട് അത് അഭിഷേകം ആക്കുന്നതാണ് നമ്മുടെ രുദ്രാഭിഷേകം. അത് സൂക്തമുണ്ട് രുദ്രാഭിഷേകം. അപ്പോൾ ഈ രുദ്രാഭിഷേകം ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ വിവാഹം നടക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന 9 ഗ്രഹങ്ങളാണ്. ഈ 9 നവഗ്രഹങ്ങളും മങ്ങി നിൽക്കുമായിരിക്കും. ഈ 9 ഗ്രഹങ്ങളുടെയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ പോസിറ്റീവായിട്ട് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ രുദ്രാഭിഷേകം ചെയ്യുന്നത്. അപ്പം നമ്മൾ നടക്കാത്തതായിട്ടുള്ള വിവാഹം തന്നെയല്ല, ജോലിക്കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മുടെ മങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഈ രുദ്രാഭിഷേകം ചെയ്യുമ്പോൾ സ്പീഡപ്പായിട്ട് വെക്കുക. അതുകൊണ്ടാണ് വിവാഹ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന ചേച്ചിമാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു രുദ്രാഭിഷേകം നടത്തുക. അത് തലേദിവസം പോയി തന്നെ അമ്പലത്തിൽ പോയി ചീട്ടെടുത്ത് ചെയ്യേണ്ട ഒരു വഴിപാടും കൂടെയാണ് രുദ്രാഭിഷേകം. ഒപ്പം തന്നെ നമുക്ക് എപ്പോഴും വാടകയ്ക്ക് കഴിയുന്നവരാണെങ്കിൽ, വീട് പണി പൂർത്തീകരിക്കാതാണെങ്കിൽ അന്ന് ചെയ്യേണ്ട നമ്മളൊരു വെള്ളിയുടെ വീട് മേടിച്ച്, നമ്മൾ വീട് പണി തടസ്സപ്പെട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ ചെന്നിട്ട് ഈ വെള്ളിയുടെ വീടെടുത്ത് ഒരു 7 തവണ ഒഴുകുക. അതേപോലെ തന്നെ വാടകയ്ക്ക് കിടന്നിട്ടും വീട് ഇതുവരെ അനുവദിച്ച് കിട്ടാത്തവരും സ്ഥലം അനുവദിച്ച് കിട്ടാത്തവരും ദോഷം മാറാൻ വേണ്ടി മഹാദേവന് ഒരു വെള്ളിയുടെ വീട് സമർപ്പിക്കുന്നത് നല്ലതാണ്. അത് അവിടുത്തെ ഗ്രഹനാഥനും അവിടുത്തെ ഭാര്യയും ഭർത്താവും കൂടെ ചെയ്യുന്നത് വളരെ ഒരു ഉത്തമമാണ്. അപ്പം അതിനൊക്കെ നമുക്കൊരു നല്ലൊരു പരിഹാരം കിട്ടുന്നതാണ്. ഒപ്പം തന്നെ കുട്ടികൾക്ക്, ഈ മുതിർന്നവർക്ക് എപ്പോഴും ഒരു നമ്മുടെ കണ്ടുവരാറുള്ള അസുഖങ്ങളാണ് അപസ്മാര രോഗത്തിന് ഈ പറയുന്ന പോലെ ശിവക്ഷേത്രത്തിൽ പോയി അന്ന് ദർശനം നടത്തി മഹാദേവന്റെ അനുഗ്രഹം നേടാം. ഒപ്പം തന്നെ മഹാദേവനെ വിധിച്ചിട്ടുള്ള ഇഷ്ട വഴിപാടുകൾ, അതായത് അർച്ചനകളോ സൂക്തങ്ങളോ ഇതൊക്കെ ചെയ്ത് അപസ്മാര ഉള്ള ആൾക്കാർ ഈ പറയുന്ന മഹാദേവനെ അന്ന് കണ്ടു ഒരു അരമണിക്കൂറെങ്കിലും ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തൊഴുക. അപ്പോൾ അപസ്മാരമായിട്ടുള്ള നിൽക്കുന്ന ഒരു അപസ്മാരം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അസുരനാണ്. ആ അസുരൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് എനർജികൾ മാറി നമ്മുടെ ഞരമ്പിന് വേണ്ടത്ര പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു അസുഖങ്ങൾക്കൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അന്ന് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ ഉള്ള പ്രശ്നങ്ങൾ ഒക്കെ മാറുന്നതാണ് ശിവരാത്രി ദിവസം. ഒപ്പം തന്നെ ശിവരാത്രിയുടെ വ്രതങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഭക്തജനങ്ങൾ വ്രതങ്ങളൊക്കെ എടുക്കുക. അമ്മമാരൊക്കെ വ്രതങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഉറക്കമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറങ്ങേണ്ട അമ്മമാർക്കൊക്കെ ഉറങ്ങാം. പിന്നെ അത് അമ്മമാരുടെയൊക്കെ യുക്തിയാണ്. പിന്നെ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുക, ഗുളി കഴിക്കുന്ന അമ്മമാരൊക്കെ കാണും. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം ഈ പറയുന്ന വ്രതമൊക്കെ എടുക്കാൻ വേണ്ടി. അത് ഒരിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കുകയൊന്നും വേണ്ട. അത് ഓരോ ഭക്തജനങ്ങളുടെ യുക്തിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഗുളിക കഴിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈശ്വരൻ്റെ കോപം ഉണ്ടാവും, ഞാനപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കണം അങ്ങനെ വിചാരിക്കുന്നത്. നമ്മുടെ ശരീരം കൂടെ നോക്കണം. മൃതവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആരോഗ്യപരമായിട്ട് എപ്പോഴും വേണം നമ്മൾ അമ്പലത്തിൽ വന്നിരിക്കാൻ. അല്ലാതെ വിശന്നും തളർന്നൂത്തിയൊക്കെ അമ്പലത്തിൽ ഇരിക്കും നമുക്ക് ഈശ്വരനെ വിളിക്കാൻ ഒരു മൈൻഡ് കിട്ടത്തില്ല. നമ്മൾ ആ വിശപ്പിൻ്റെ ചിന്തയായിരിക്കും, ഭഗവാനെ ഈ വ്രതം ഒന്ന് കഴിഞ്ഞെങ്കിൽ എനിക്ക് വീട്ടിൽ പോയി ആഹാരം കഴിക്കാം. അതേസമയം നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നേരം ഭഗവാനെ വിളിക്കാം, ഭഗവാന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ശിവരാത്രി ദിവസം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മഹാദേവനോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശിവരാത്രിയുടെ അന്ന് തന്നെ മഹാദേവൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.